When we make use of many experiences and examples for arriving at a generalized principle or conclusion, it is known as inductive, hypothetico-deductive reasoning, deductive, transductive. എന്താണ് എക്സാമ്പിൾസിലൂടെ ഒരു ജനറൽ പ്രിൻസിപ്പിളിലേക്ക് എത്തിച്ചേരുവാണ്. അതായത് ഒരു ഉത്തോലകങ്ങൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറേ എക്സാമ്പിൾസ് കൊടുക്കുന്നു. ഈ എക്സാമ്പിൾസിൽ നിന്നാണ് ആ ഒരു കോൺസെപ്റ്റിലേക്ക് കുട്ടി എത്തിച്ചേരുന്നത്. അതാണ് ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. ഡിഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്. ആദ്യമേ കുട്ടിക്ക് ഉത്തോലകങ്ങൾ എന്താണ് എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കുന്നു. അതിനുശേഷം എക്സാമ്പിൾസ് പറയുന്നു. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കി വെച്ചേക്കാം. അടുത്ത ചോദ്യം നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഗെസ്റ്റാൾട്ട് പ്രിൻസിപ്പിൾ? ലോ ഓഫ് പ്രോക്സിമിറ്റി, ലോ ഓഫ് ഡിസ്യൂസ്, ലോ ഓഫ് ക്ലോഷ്യർ, ലോ ഓഫ് പ്രാഗ്നാൻസ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ ഗെസ്റ്റാൾട്ട് പ്രിൻസിപ്പിളിൽ ഉൾപ്പെടാത്തത് ലോ ഓഫ് ഡിസ്യൂസ് ആണ്. ലോ ഓഫ് യൂസ്, ലോ ഓഫ് ഡിസ്യൂസ് ഒക്കെ നമ്മുടെ തോണ്ടേക്കിൻ്റെ ലോസിൽ ഉൾപ്പെടുന്നതാണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം. നാച്ചുറലി ഒക്കറിങ് റെസ്പോൺസ് ഇൻ ലേണിംഗ് തിയറി ഈസ് കോൾഡ്? കണ്ടീഷൻഡ് റെസ്പോൺസ്, അവസീവ് റെസ്പോൺസ്, അൺകണ്ടീഷൻഡ് റെസ്പോൺസ്, വിഗേരിയസ് റെസ്പോൺസ്. ഏതാണ്? നമ്മൾ പാവലോയുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറിയിൽ പഠിച്ചിട്ടുണ്ട്. ഫുഡ് കൊടുക്കുമ്പോൾ നാക്കിൽ വെള്ളം വരുന്നു അല്ലേ. ഫുഡ് കൊടുക്കുക എന്ന് പറയുന്നത് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്. നാവിൽ വെള്ളം വരിക എന്ന് പറയുന്നത് അൺകണ്ടീഷൻഡ് റെസ്പോൺസ് ആണ്. നാച്ചുറലായിട്ട് സംഭവിക്കുന്നു. ഇവിടെ റെസ്പോൺസ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് അവിടെ നമുക്ക് അൺകണ്ടീഷൻഡ് റെസ്പോൺസ് എന്നുള്ള ആൻസറിലേക്ക് എത്താം. അടുത്ത ചോദ്യം. സെലക്ട് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ടെക്നിക് ടു ഡീൽ വിത്ത് ഡിസ്കാൽക്കുലിയ. ഒക്കുപേഷണൽ തെറാപ്പി, മൾട്ടി സെൻസറി ലാംഗ്വേജ് അപ്രോച്ച്, ഇൻഡക്റ്റീവ് അപ്രോച്ച്, പിയർ അസിസ്റ്റൻസ് യൂസിങ് ഡയഗ്രാം. ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത് മാത്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. പിയർ അസിസ്റ്റൻസ് യൂസിങ് ഡയഗ്രാം ഉപയോഗിച്ച് നമ്മുടെ ഫ്രണ്ട്സ് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അടുത്ത ചോദ്യം. അനിത ഈസ് ഫ്രണ്ട്ലി, ഓൾവേസ് വില്ലിംഗ് ടു ഹെൽപ്പ് അതേഴ്സ് ആൻഡ് കമ്പാഷനേറ്റ്. വൈൽ കൺസിഡറിംഗ് ഗാർഡനേഴ്സ് തിയറി, ഇറ്റ് ക്യാൻ അസ്യൂം ദാറ്റ് അനിത ഹാസ് ഹൈ ഇൻട്രാപേഴ്സണൽ, എക്സിസ്റ്റൻഷ്യൽ, സ്പേഷ്യൽ, ഇൻ്റർപേഴ്സണൽ. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനും അവരുടെ ഇമോഷൻസ് കാണാനും അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുന്ന ആ ഒരു ഇൻ്റലിജൻസ് ഏതാണ്? ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് ആണ്. ഓപ്ഷൻ ഡി. Before the athletic race, John says to his coach, I know I can do well in this race. This is an example for John's self-efficacy, overconfidence, self-boosting, intrinsic motivation. Answer ഓപ്ഷൻ എ ആണ്. സെൽഫ് എഫിക്കസി എന്ന് വെച്ചാൽ നമുക്കുള്ള സെൽഫ് കോൺഫിഡൻസ്, നമുക്ക് നമ്മുടെ കപ്പാസിറ്റി, നമ്മുടെ എബിലിറ്റീസൊക്കെ നമുക്ക് സ്വയം അറിയാം. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പേ നമ്മൾ പറയുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു പരീക്ഷ നല്ല രീതിയിൽ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും, എനിക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, അല്ലെങ്കിൽ ഈ ഒരു റേസിൽ അല്ലെങ്കിൽ ഈ ഒരു ഓട്ട മത്സരത്തിൽ എനിക്ക് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റും. അപ്പോൾ അവനവൻ്റെ ഒരു എബിലിറ്റിയും കപ്പാസിറ്റിയൊക്കെ അറിയാവുന്നത് കൊണ്ടുള്ള ഒരു സെൽഫ് കോൺഫിഡൻസ് ആണ് അല്ലേ. അതിനെയാണ് നമ്മൾ സെൽഫ് എഫിക്കസി എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. In Erikson model, the key challenge of young adulthood is trust versus mistrust, intimacy versus isolation, identity versus role confusion, integrity versus despair. അഡൽട്ട്ഹുഡ് എന്ന് പറയുന്നുണ്ട്. ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ. നമ്മുടെ അടുത്തത് MMPI ഈസ് യൂസ്ഡ് ടു അസസ് മെമ്മറി, ഇൻ്റലിജൻസ്, പേഴ്സണാലിറ്റി, ക്രിയേറ്റിവിറ്റി. ഏതാണ്? MMPI എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. MMPI എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റി ഇൻവെൻറ്ററി ആണ് അല്ലേ. അപ്പോൾ പേഴ്സണാലിറ്റി ആണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം. ഹ്യൂറിസ്റ്റിക് മെത്തേഡ് നമ്മൾ പഠിച്ചിട്ടില്ലേ? ഹ്യൂറിസ്റ്റിക് മെത്തേഡ് അതെന്താണ്? നിമോണിങ്സ് ആണോ, പ്രോബ്ലം സോൾവിങ് ടെക്നിക്കാണോ, ചങ്ക്സ് ആണോ, അതോ ഇതൊന്നും അല്ലേ? അതൊരു പ്രോബ്ലം സോൾവിങ് ടെക്നിക്കാണ്. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം. എന്താണ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് വാല്യുവേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്? സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. വായിച്ചിട്ട് ആൻസറിലേക്ക് എത്തുക കേട്ടോ. ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത് CC വന്നതോടുകൂടി എന്താണ് കുട്ടികൾക്ക് വർക്ക് ലോഡ് ഇൻക്രീസ് ആയെന്ന്. അത് തെറ്റാണ്. മാർക്കിന് പകരം ഗ്രേഡ് ആയെന്ന് പറഞ്ഞാൽ അത് ശരിയാണ് അല്ലേ. അതുപോലെ തന്നെ കുട്ടികളുടെ എല്ലാ ആസ്പെക്റ്റും ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാലും ശരിയാണ്. അതുപോലെ തന്നെ എക്സാമിനേഷൻ ഒരു ഭയം ഉണ്ടല്ലോ, ഒരു ഫോബിയ നമുക്ക് പരീക്ഷയോടുള്ള, അതങ്ങ്
റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതും ശരിയാണ്. അപ്പോൾ ബിയും സിയും ഡിയും ശരിയാണ്. നമുക്ക് ഓപ്ഷൻ 4 ഇവിടെ കൊടുക്കാം. RB Kettle made a personality test which is known as. ഏതാണ് ആൻസർ? ആൻസർ ഓപ്ഷൻ സി ആണ്, 16 PF. A student scolded by the headmaster may hit his peers in the school. This is the example of. Answer option A, displacement. Group members who share beliefs, attitudes, traditions and expectations are named as. ആൻസർ ഓപ്ഷൻ എ ആണ്, ഗ്രൂപ്പ് നോംസ്. ഗിഫ്റ്റഡ് ചിൽഡ്രനെ കുറിച്ച് അല്ലെങ്കിൽ ഗിഫ്റ്റഡ് സ്റ്റുഡൻസിനെ കുറിച്ച് ഏറ്റവും അനുയോജ്യമായത് താഴെ പറയുന്നതിൽ ഏതാണ്? ആദ്യത്തെ ഓപ്ഷൻ എന്താണ്? റൈറ്റ് എ റിപ്പോർട്ട് ഓഫ് സെമിനാർ ഹെൽഡ് ഓൺ ദ ക്ലാസ്. ക്ലാസ്സിൽ നടത്തിയ ഒരു സെമിനാറിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കുക. അത് ഗിഫ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് മാത്രമല്ല എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ് അല്ലേ ഈ സെമിനാറിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കുക. അപ്പോൾ അവരുമായിട്ട് യോജിച്ച കാര്യമല്ല. രണ്ടാമത്തത് പഠിക്കാനുള്ള പദ്യത്തിൻ്റെ നാടകീകരിച്ച സ്ക്രിപ്റ്റ് തയ്യാറാക്കുക. അതൊരു വെറൈറ്റി കാര്യമാണ്. അതെല്ലാ കുട്ടികൾക്കും ചെയ്യാൻ സാധിക്കുന്നതല്ല. ഗിഫ്റ്റഡ് കുട്ടികൾക്ക് ഒരു അനുയോജ്യമായ ഒരു പ്രവർത്തനമാണ്. ഇനി അടുത്തത് പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നു. അതും എല്ലാ കുട്ടികളും ചെയ്യുന്നൊരു കാര്യമാണ് അല്ലേ. അത് നമുക്ക് ഗിഫ്റ്റഡിന് അനുയോജ്യമാണെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ അധ്യാപകർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക. അതും മിക്ക കുട്ടികളും ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാറുണ്ട്. അതും ഗിഫ്റ്റഡിനെ സംബന്ധിച്ചിടത്തോളം അനുയോജ്യമായ പ്രവർത്തനമല്ല. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. എ ഡിസോർഡർ റിലേറ്റഡ് ടു ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ. അപ്രാക്സിയ, ഡിസ്ലെക്സിയ, ഡിസ്കാൽക്കുലിയ, അഫേസിയ. കുട്ടിക്ക് ഭാഷ മനസ്സിലാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഡിസോർഡർ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, അഫേസിയ. ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, ചിൽഡ്രൻ വിത്ത് ലേണിംഗ് ഡിസബിലിറ്റീസ്. കുട്ടികൾക്ക് ലേണിംഗ് ഡിസബിലിറ്റീസ് ഉണ്ടെന്ന് പറയുന്നത് ഇപ്പോഴാണ്. അവർക്ക് ലെറ്റേഴ്സും അതുപോലെ ആൽഫബറ്റ്സും തമ്മിൽ ഒരുപോലെ തോന്നുകയും അതുപോലെ ഒരു ആശയക്കുഴപ്പം ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. Which of the following contains an aspect that would not fall into the category of basic needs? Water and rest, intimate relationship and safety, warmth, food and water. ഒന്നുമില്ല. താഴെ പറയുന്നതിൽ ബേസിക് നീഡ്സ് അല്ലെങ്കിൽ അടിസ്ഥാന ആവശ്യങ്ങളിൽ പെടാത്തത് ഏതാണ്? അപ്പോൾ വാട്ടർ, റെസ്റ്റ്, വാംത്ത്, ഫുഡ് ഇതെല്ലാം നമ്മൾ അതിൽ പറഞ്ഞതാണ്. ഓപ്ഷൻ ബി ആണ്, ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ആൻഡ് സേഫ്റ്റി. ഇത് അതിൻ്റെ അകത്ത് പെടുന്നതല്ല അല്ലേ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ഇൻഫർമേഷൻ ഇൻറ്റു സ്പെസിഫിക് ഫോംസ് ഫോർ പ്രോസസ്സിംഗ്. ഓപ്ഷൻസ് എൻകോഡിംഗ്, റീകോള്, ഡീകോഡിംഗ്, റിട്രീവ്. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ പിന്നീട് നമുക്ക് ഓർത്തെടുക്കാൻ പാകത്തിന് നമ്മൾ ഇമേജസ് ആയിട്ടോ പിക്ചേഴ്സ് ആയിട്ടോ റിട്ടേൺ ആയിട്ടോ ഒക്കെ നമ്മുടെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യും അല്ലേ. അതിൻ്റെ കൺവേർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എൻകോഡിംഗ്. എറിക് എറിക്സൻ്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജസിലെ ഏറ്റവും അവസാനത്തെ സ്റ്റേജ് ഏതാണ്? ഓപ്ഷൻസ് ഓട്ടോണമി വേഴ്സസ് ഷെയിം, ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്, ഈഗോ ഇൻറ്റഗ്രിറ്റി വേഴ്സസ് ഡെസ്പെയർ, ഐഡൻറ്റിറ്റി ഫോർമേഷൻ വേഴ്സസ് ഐഡൻറ്റിറ്റി കൺഫ്യൂഷൻ. ആൻസർ ഓപ്ഷൻ സി ആണ്, ഈഗോ ഇൻറ്റഗ്രിറ്റി വേഴ്സസ് ഡെസ്പെയർ. ട്രാൻസ്ഫർ ഓഫ് ലേണിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു തടസ്സം എന്താണ് താഴെ പറയുന്നതിൽ? ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡ്സ്.